ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:05 കേട്ടോ. നമ്മൾ വൈകുന്നേരം കുറച്ച് നൈറ്റ് ഇനി ഓടാമെന്ന് വിചാരിച്ചു ഗൈസ്. രാവിലെ നമ്മൾ കുറച്ച് പോയിട്ട് വന്നതാണ്. രാവിലെ നമ്മൾ കുറച്ച് പോയിട്ട് വണ്ടി നമ്മളിവിടെ സൈഡാക്കി അന്നേച്ചിപ്പം വൈകുന്നേരം നമ്മൾ ഇറങ്ങി. ഇപ്പോൾ എന്താണെങ്കിലും ഇവിടെ ബാംഗ്ലൂർ ഊബറിൽ കുറച്ച് പ്രശ്നം കേട്ടോ. കുറച്ച് ഫെയർ കുറവ്, അതേപോലെ ട്രിപ്പ് കുറവ്, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പം പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ വീഡിയോ ചുമ്മാ ലാഗാക്കാതെ ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടുമെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ള് ഇൻഫോർമേറ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നമുക്കിങ്ങനെ ഇൻഫോർമേറ്റീവ് ചെയ്യാൻ പറ്റുമല്ലോ, അതിന് മാത്രം കണ്ടൻറ്റ് ഇല്ല ഗൈസ്. കണ്ടൻറ്റ് ക്ഷാമമാണ്. എനിക്കും ആഗ്രഹമുണ്ട് ഫുൾ ഇൻഫോർമേറ്റീവ് എല്ലാ വീഡിയോയിലും ചാമ്പണമെന്ന്, പക്ഷെ അതിന് മാത്രം നമുക്ക് കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ വണ്ടി ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെഡ് എൻഡാണ് കേട്ടോ. ഇത് അവിടെ വരെയുള്ള ഒരു റോഡ്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാം. അധികം വണ്ടിയൊന്നും ഇതിൽ കൂടെ വരില്ല. അവിടെ ഡെഡ് എൻഡ് ആയത് കാരണം ആകെ ഈ അപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്കിവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യാം സേഫായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടി തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് എടുത്തിട്ട് ഊബറിൽ നമുക്ക് ഓൺലൈനിൽ പോയിട്ടും ബാക്കി കാര്യം നോക്കാം. വരൂ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിവിടെ രാമമൂർത്തി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും. അപ്പം നമ്മൾ ഇന്ന് കുറേ ട്രിപ്പ് എടുത്തായിരുന്നു. ഇനിയിപ്പം നിങ്ങൾക്ക് കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോ വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ജാക്സനെ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. പുള്ളിക്കാരൻ നമ്മുടെ റൂമിൻ്റെ അവിടെ ഒരു ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്തോട്ട് നമ്മൾ പറപ്പിച്ചു പോകും. പിന്നെ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ട്രിപ്പ് കുറവാണ് ഗൈസ്. ഇപ്പോൾ ഈയിടെയായിട്ട് ട്രിപ്പ് നല്ല ഷോർട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ ബാംഗ്ലൂർ ഈ സീസൺ ടൈമിൽ ട്രിപ്പ് പറയും. അതായത് ദീപാവലി, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് നാട്ടിലേക്ക് കൂടുതൽ ആൾക്കാർ പോയിട്ട് ഇവിടെ ആൾക്കാരില്ലാത്തൊരു സാഹചര്യം വന്നിട്ട് ട്രിപ്പ് പറയും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ തീരെ ട്രിപ്പ് എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. ഇപ്പോൾ അതെന്താണെങ്കിലും ഒന്നായി വരുന്നുണ്ട്. എന്നാലും നൈറ്റൊക്കെ നേരത്തേനെ അപേക്ഷിച്ച് കുറവാണ്. ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. പിന്നെ ഫെയറും കുറച്ച് കുറവാണ്. അങ്ങനെ ഒരു പോസ്റ്റുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ, ഈ എയർപോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ പൊന്ന് കേസ്, നമ്മൾ ചുമ്മാ എയർപോർട്ടിൽ നിന്ന് ഊബർ അവർക്ക് നമ്മളെന്തോ സേവനം ചെയ്ത് കൊടുക്കുന്ന പോലെ ഫെയർ എന്ന് പറയുന്ന സാധനമില്ല. അതെന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര പോസ്റ്റാണ്. എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഫെയർ ഉണ്ട്. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫെയറേ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഇടയ്ക്ക് നമുക്ക് ഓരോ പോസ്റ്റ് കിട്ടും. എയർപോർട്ടിൽ നിന്ന് മാക്സിമം ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വേറെ പ്ലാറ്റ്ഫോമിൽ ഓടുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ബാക്കി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നമ്മളെ ഇട്ടിട്ട് ഇതാക്കുന്നില്ല. ഊബറിനാണ് സീന്. അവർ പ്ലാറ്റ്ഫോം ഫീ എന്തൊക്കെയോ സംഭവം പിടിച്ചിട്ട് പോവാ. ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ഓടുന്നവരാണെങ്കിൽ മാക്സിമം അവരെന്തോ ഫീസ് നമ്മുടെ നീടാക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡി ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എയർപോർട്ടിൽ കൊണ്ട് ആളെ ഇറക്കുക, നേരെ കാലി അടിച്ച് നേരെ എയർപോർട്ടിൽ നിന്ന് എംഡി ആയിട്ട് ഹെബ്ബാൾ വരിക, ഹെബ്ബാളിൽ നിന്ന് ട്രിപ്പ് എടുക്കുക. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അല്ലാതെ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മളെ ശശിയാക്കുന്ന പോലെ കുഴപ്പമില്ല. അപ്പം നമ്മളെന്താണെങ്കിലും ജാക്സൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ടും കാണാം ഗേസ്. അപ്പോൾ നമ്മളിത് കുറേ ഓടിയിട്ട് നമ്മളിടയ്ക്ക് ഒരു ഷെല്ലിൻ്റെ പമ്പി വെച്ച് നമ്മുടെ ജാക്സനെ കണ്ടിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമ്മുടെ ജാക്സൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് തിരക്കി നോക്കാം. അപ്പം ഹായ് ജാക്സ, എന്തല്ല? ഹലോ. അവസ്ഥ കുഴപ്പമൊന്നുമില്ല. ജാക്സന് നമ്മുടെ യൂട്യൂബിൽ ഇപ്പൊ പുതിയ കുറെ ഫാൻസും അതേപോലെ ഹേറ്റേഴ്സും വന്നിട്ടുണ്ട്. എന്നതാ അവരോട് എന്നാ പറയാനുള്ളത്? ജാക്സന് കുറെ ഹേറ്റേഴ്സും ഉണ്ട്. അവരോട് ഇപ്പൊ എന്നാ പറയാ, കമന്റിൽ ജാക്സന് തെറിവിളിയും കുറെ സപ്പോർട്ടും ഉണ്ട്. അത് നമ്മൾ നോക്കാതിരിക്കുക. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടങ്ങളാണ്. നമ്മൾ അതിനകത്തൊന്നും പറയും. പിന്നെ എന്നാ ഒരു ഉഷാറില്ലാത്ത ഫുള്ള് ടയേർഡ്, ചെറിയ ടയേർഡ്. ഇന്ന് ഓട്ടം കുറവല്ലേ, അപ്പൊ ഓട്ടം എടുക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ട് ഓടി അല്ലേ? അതന്നെ. ഞാൻ ഇറങ്ങിയതാ രാവിലെ ഒരു 5 മണിയായപ്പം ഇറങ്ങിയതാ. രാവിലെ 5 മണിക്ക് ഇറങ്ങി. ഇപ്പൊ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട് ഗൈസ്. പക്ഷേ 10:30 വരെ വണ്ടി ഓടിച്ചുള്ളൂ. 10:30 വരെ വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കിടന്ന് മയങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഷെല്ലിന്റെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. അപ്പം നീ വിളിച്ചു വന്നു. അത്രേ ഉള്ളൂ. ഇപ്പം ദീപാവലി ആയിട്ട് നമുക്ക് ഇവിടെ നല്ല ഷോർട്ടായില്ലേ ഓട്ടത്തിന്? ദീപാവലി കഴിഞ്ഞ പിന്നെ അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഇല്ല. അതേപോലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഫെയർ കുറവാ. അത് 3-4 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കേസ്, ദീപാവലിക്ക് എല്ലാവരും നോർത്ത് ഇന്ത്യക്കാരെല്ലാം മിക്കവരും ഒരു 10-15 ദിവസത്തെ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയേക്കുക.
രണ്ടാമത് അവർ ആ പകുതി പേര് പോലും തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു 2 ആഴ്ചയായിട്ട് സിറ്റിയിൽ ക്രൗഡും ഇല്ല, ബ്ലോക്കും ഇല്ല. ആ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ ബ്ലോക്ക് അല്ലാണ്ട് വേറെ ബ്ലോക്ക് ഒന്നുമില്ല. അതെ, സിറ്റിയിൽ ക്രൗഡ് ഇല്ല, വലിയ വണ്ടികളില്ല. ഇല്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ എയർപോർട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഊബറിന്റെ പ്രശ്നങ്ങൾ. അവരെന്തോ എയർപോർട്ട് പാർക്കിംഗ് ഫീസ് എങ്ങാണ്ട് പെൻഡിങ് വരുത്തിയെന്നോ, അതോറിറ്റിക്ക് എന്തോ ഇത്ര പൈസ കൊടുക്കാനുണ്ട്, അങ്ങനത്തെ എന്തോ ഒരു പ്രശ്നം. അത് എന്താ കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ട് അതിപ്പോ എന്നെ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് അവർ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് എടുത്ത ഫെയർ ഇല്ല. അതായത് 1 കിലോമീറ്ററിന് 8 രൂപയും 9 രൂപയും കിട്ടുന്നത്. അതായത് ഒരു 700 രൂപയുടെ ഫെയർ ഉള്ള, അത് കസ്റ്റമർ ചെയ്യുന്ന ഫുൾ എമൗണ്ട് വാങ്ങിക്കും. അതിൽ നിന്നൊരു 300, 350, 400 രൂപ അടുത്തവർ പിടിക്കും. അതായത് ഒരു 700 രൂപയുടെ ഒരു ഫെയർ ഉള്ള ഒരു ഓട്ടം നമ്മൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 370 രൂപ, 80 രൂപ കിലോമീറ്ററിന്. ഒരു 40 കിലോമീറ്റർ ഓട്ടം ഉണ്ടെങ്കിൽ 380 രൂപ ഒക്കെ കിട്ടുന്നുള്ളൂ. സെയിം പ്രൈസ്. അടുത്ത ദിവസം 1-2 ആഴ്ച എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ എയർപോർട്ടിലെ പ്രശ്നം നമുക്ക് ഓട്ടോ ഇല്ലാത്തതിന്റെ ഒരു കാരണമല്ലേ? കർണാടകക്കാരെന്തോ അത് മറ്റേ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇപ്പം എയർപോർട്ടിൽ പോകുന്നില്ല, പിക്കപ്പ് എടുക്കുന്നില്ല. നോർമലി അവിടെ ഒരു 800+ വണ്ടി എപ്പോഴും ഉണ്ടാവുന്നത്. എല്ലാ വണ്ടികളും ഊബർ, ഗോയും, കംഫർട്ടും, എക്സലും. ഇപ്പം ഒരു 200 കാർ തികച്ചില്ല അവിടെ. ഒരു 100, മാക്സിമം 150 വണ്ടി ഉണ്ടാവുള്ളൂ. പിന്നെ എയർപോർട്ടിൽ ഭയങ്കര ക്യൂവും ഫെയറും ഇല്ല. അതുകൊണ്ട് പിന്നെ എന്നെ നമ്മൾ ഫ്ലീറ്റുകാർ, നമ്മുടെ മലയാളികൾ ഫ്ലീറ്റുകാർ പയ്യന്മാരല്ലാണ്ട് വേറെ ആരോടൊന്നും പിക്കപ്പ് എടുക്കുന്നില്ല. എന്നിട്ട് ഫെയറിലെന്നും പരാതിയും. അതാണ് പ്രശ്നം. എയർപോർട്ടിൽ കിടക്കുന്ന വണ്ടിയെല്ലാം സിറ്റി കിടക്കുന്നതുകൊണ്ട് ഫെയർ. ഈ 800+ വണ്ടി സിറ്റി കിടന്ന് ഓടുക. അപ്പൊ അത്ര 800 വണ്ടി സിറ്റിയിലേക്ക് വരും. പിന്നെ കസ്റ്റമേഴ്സും കുറവാ, പകുതി കസ്റ്റമേഴ്സ് ഉള്ളൂ. ഈ 800 വണ്ടിയും വന്നു, കസ്റ്റമേഴ്സ് പകുതി പേരുള്ളൂ. അപ്പൊ പിന്നെ ഫെയർ കുറയും, ട്രിപ്പും കുറയും. അത് പീക്ക് അവറിൽ മാത്രം. അതായത് രാവിലെ ഒരു 4:30 തൊട്ട് ഒരു 7, ഒരു 9:30 വരെ നല്ല ഫെയറാ. അത് ഞാൻ ഫെയർ നേരെ പകുതിയാവും. പിന്നെ ഇല്ല നേരത്തെ കഴിഞ്ഞ ഒട്ടുമില്ല. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞൊരു 3 മണിട്ട് ഒരു 8 മണി നല്ല ഫെയറോ നല്ല ഓട്ടം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഇല്ല. പിന്നെ ഇവിടെ ശീലമായിട്ടുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും തപ്പി പിടിച്ച് നമ്മൾ ഓടും. അത് തന്നെ. ഇത് വഴി അറിയാവുന്ന ഇത് നമ്മളിപ്പോ ഓട്ടം പിടിച്ച് ഓടുമ്പോഴത്തേക്ക് ടയർഡായി പോകും. കാലി അവിടെ ഇവിടേക്ക് ഓടിയല്ലേ. ഇതിപ്പോ ഞാൻ എന്നൊരു 10-70 കിലോമീറ്റർ കാലി അടിച്ചു 10-70 കിലോമീറ്റർ കാലി അടിച്ചു. ഇന്നപ്പോ മൊത്തം എത്ര രൂപയ്ക്ക് ഓടി? ഞാനിന്ന് മൊത്തം ഒരു 4,000+. ഇതിന്റെ അകത്തുണ്ടോ 4,000? നിങ്ങള് ചുമ്മാ ഓടുക, ഇത് പറയാ 4,000+ എപ്പോ ഇറങ്ങി നിങ്ങളപ്പം? ഞാൻ ഒരു 4:30 കഴിഞ്ഞപ്പോ ഒരു 5 മണിയായപ്പോ ഇറങ്ങിയതാ. രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി, വൈകുന്നേരം ഒരു 9:30 ആയപ്പോ നടത്തി. ട്രിപ്പില്ലേലും ഐഡിയ ഉള്ളവരോടുവാണെങ്കിൽ അത്യാവശ്യം അതാ. ഇത് ചില സ്ഥലങ്ങളിൽ ഇന്ന സമയത്ത് ഓട്ടോ ഉണ്ടെന്നാണ് നമുക്കറിയാം. അത് ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ പഠിക്കാതെ ടെക് പാർക്കുകൾ, പിന്നെ അല്ലാണ്ട് ഇതിപ്പോ വീക്കെൻഡ് അല്ലേ, വീക്കെൻഡിൽ ഇന്ദിരാനഗർ, കോറമംഗല, വൈറ്റ് ഫീൽഡ് സൈഡിലുള്ള ഓട്ടോ ഉള്ളൂ. അതാണ് സംഭവം. അങ്ങനെ ഓടിയോണ്ടാണ് ഞാൻ ഇത് 4,000. ഞാനൊന്ന് ഇതുണ്ടോ, ഇതാണ് ഞാനൊന്ന് ഓടിയത്. എത്ര ഇവിടെ ഇന്നത്തെ ജാക്സന്റെ ഓട്ടോ ആണ്. ഡേറ്റ് ഒക്ടോബർ. ഇനിയും നിങ്ങളെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും കാണുന്നത്. ഈ ഡേറ്റ് ആവൂല കേട്ടോ. അപ്പം ജാക്സൺ ഇന്ന് 4,400 രൂപയ്ക്ക് ഓടി. വെരി ഗുഡ്, വെൽഡൺ. അത് ട്രിപ്പ് ഇല്ലാതെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാലും ഈ സമയമാകുമ്പോൾ ഒരു 6 രൂപ അടുത്ത് ഓടേണ്ട സമയമായി. രാവിലെ നമ്മളൊരു ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വീക്ക് എങ്ങാണ്ട് വൈകുന്നേരം 6 മണിയായപ്പോൾ 4,000 രൂപയ്ക്ക് ഓടി. വൈകുന്നേരം 6 മണിയായപ്പോൾ 4,000 രൂപയ്ക്ക് ഓടി, വണ്ടി ഒതുക്കി. പക്ഷെ അതിന്റെ പകുതി ഓട്ടം പോലും ഇപ്പൊ ഇല്ല. എന്നിട്ടാണ് ഈ എറിഞ്ഞു പിടിച്ച് ഓടിയത്. ഓട്ടോ ഇല്ലാത്തത് നമുക്ക് സഹിക്കാം, ഫെയർ ഇല്ലാത്തത് ദേഷ്യം വരുന്നേ. ഫെയർ ഞാൻ എനിക്ക് കാണിച്ചോ, ഞാൻ ഇവിടെ 100 രൂപയ്ക്കും 50 രൂപയൊക്കെ ഓടുന്നേ. വൈകുന്നേരം ഫെയർ നേർ പകുതി. അത് പക്ഷെ നേർപകുതിയല്ല, പകുതിയിലും താഴെ. പക്ഷെ വേറെ പ്ലാറ്റ്ഫോമിൽ അത്രയും പ്രശ്നമില്ല. പ്ലാറ്റ്ഫോമിൽ അതേപോലെ റാപ്പിഡോയിലും നമ്മയാത്രയിലും അതിലൊക്കെ സ്റ്റാൻഡേർഡ് ഫെയറാ. നടക്കുമ്പോ അവർക്ക് 1000 ചില്ലറ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെ. ഊബറാ തേക്കുന്നത് ഇപ്പം. ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ ഒരു അതായത് 9 കിലോമീറ്റർ 52 മിനിറ്റ് വണ്ടി ബ്ലോക്ക് കിടന്നു. പക്ഷെ ഫെയർ ഉണ്ടോ 177.
അതായത് CNG പൈസ പോലും കിട്ടിയിട്ടില്ല. CNG പൈസ പോലും കിട്ടിയിട്ടില്ലല്ലേ? അതാ പ്രശ്നം. നമ്മൾ ട്രിപ്പ് ആക്കാൻ വേണ്ടി ഓടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഊബർ ഇങ്ങനെ തേക്കും കേസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ തേക്കും. എന്നാൽ തരുമ്പോൾ അതുപോലെ വാരി കൊരി തരുകയും ചെയ്യും. മെയിൻ പ്രശ്നം ഇപ്പം ദീപാവലിയുടെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ നോർത്ത് ഇന്ത്യൻസ് അവർക്ക് ഒരു 10 ദിവസം അല്ല 2 ആഴ്ചത്തെ പരിപാടി ആയിരിക്കും അല്ലേ ദീപാവലിക്ക്. അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ ഈ നവംബർ സ്റ്റാർട്ട് ചെയ്തില്ലേ, നവംബർ ഒരു 10-ാം തീയതി കഴിയാണ്ട് ഓട്ടം ആവില്ല. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഇതിനകത്ത് പെട്ടു വന്ന ഈ ന്യൂ കമേഴ്സ് ഇല്ലേ, പുതിയ ആൾക്കാർ, ദീപാവലി കഴിഞ്ഞ് വന്ന ആൾക്കാർ, അവർ വിചാരിക്കും ഇവിടെ ഓട്ടം ഇല്ലാത്ത, അവർ പെട്ടുപോകും. അവർ ശരിക്കും വിട്ടു. അവർക്ക് വഴി അറിയാനും ഉണ്ടാവില്ല. അവരെന്തായാലും കുറെ പുതിയതായിട്ട് വരുന്നവർക്ക്, വഴി അറിയാത്തവർക്ക് ഒട്ടും ഓട്ടം കിട്ടൂല. അവർക്ക് വൻ സീനായിരിക്കും. വഴി എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവിടെ നമ്മൾ അത്രയും കിടന്ന് തലകുത്തി പറഞ്ഞിട്ടാണ് ഈ 4000 രൂപ ഓടിയത്. ഇല്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ ഇതുണ്ടോ, ഇതിപ്പോ എൻ്റെ ഒരു സുഹൃത്ത്, സുഹൃത്തിന്റെ പേര് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പേര് മറച്ചു വെക്കാവേ. പുതിയ ആൾക്കാരാണ്. പുള്ളി ഇവിടെ 10 മാസമായിട്ട് ഊബർ ഓടിക്കുന്ന ആളാ. പുള്ളി എക്സ്പേർട്ടാ. പിന്നെ നമ്മളെക്കാളും വലിയ പുലിയാ പുള്ളി. എന്നാ പുള്ളിക്കാരൻ്റെ ഇന്നത്തെ പുള്ളി 12 ട്രിപ്പ് എടുത്തു. പുള്ളിക്കാരൻ പുള്ളി രാവിലെ 4 മണിക്ക് 3:30 കണ്ട് എണീറ്റ് പോയിട്ട് വൈകുന്നേരം 4 മണി വരെ ഓടിയത്. വൈകുന്നേരം 4 മണി വരെ ഓടിയതാ. ഫെയർ ഇല്ല. രാവിലെ 3:30 കയറ്റി പോയത് പുള്ളി. ഫെയർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ എന്താണെങ്കിലും ഫെയർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊരു 4000 ആയനെ. ഫെയർ ഇല്ലാതെ ഊബർ പുള്ളി 4000 രൂപ ഓടിക്കൊണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഓട്ടം ഇല്ലാതെ പെട്ടത് ബ്ലൂ സ്മാർട്ടി ക്രിസ്മസിന്റെ സമയത്തല്ലേ നിങ്ങൾ വന്നപ്പോ. ജാക്സൺ ഇവിടെ ഊബർ ബ്ലൂ സ്മാർട്ടി വന്നിട്ട് നമ്മൾ നേരെ വണ്ടി എടുക്കുക, PG പോവാ, ഉറങ്ങുക. അവിടെ പിന്നെ ഒരു ഗുണമുണ്ട്, നമ്മൾ കിടന്ന് ഉറങ്ങിയാലും ശമ്പളം കിട്ടും. അതുകൊണ്ട് ഉറങ്ങി ശമ്പളം എല്ലാ ആഴ്ചയും 6000 വെച്ച് ഇങ്ങനെ എത്ര ഒരു ഓട്ടം പോലും എടുത്തില്ലെങ്കിൽ 6000 രൂപ 7000 രൂപ ബ്ലൂ സ്മാർട്ടി കിട്ടുമായിരുന്നു. നമ്മൾ വണ്ടി എടുക്കുക, PG പോവാ, കിടന്നുറങ്ങുക, അവിടെ അടിച്ചു പൊളിക്കായിരുന്നു. സെറ്റ് ലൈഫ് ആയിരുന്നു. ഒരു ദിവസം 2 ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആ ക്രിസ്മസിന് നിങ്ങൾ വന്ന സമയത്ത് ജാക്സൺ വിചാരിച്ച് ഇവിടെ എപ്പോഴും അങ്ങനെയാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലൂ സ്മാർട്ടിലെ വീക്കിലെ പേ ഔട്ടില് നിങ്ങളുടെ ടോപ്പ് എത്രയാ? 17 രൂപ. അന്ന് MG മറ്റേ മിക്സ്ഡ് ചെയ്തിട്ട് MG 3 ദിവസം ഓടിക്കും. പക്ഷെ അവന്മാര് എനിക്ക് 4 ദിവസം തരും. പക്ഷെ വേറെ പക്ഷെ അതങ്ങനെ തന്നിട്ട് കുറെ അവന്മാര് കർണാടകക്കാരും അല്ലാത്തതും കുറെ അവന്മാര് പ്രശ്നം ഉണ്ടാക്കിയാണ്. MG എങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അവരുമായിട്ട് കമ്പനി ആയതുകൊണ്ട് നമ്മൾ നൈസായിട്ട് MG മേടിച്ച് ബ്ലാക്കിന് ഓടുമായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ ബ്ലൂ സ്മാർട്ട്. അതെ, സെറ്റ്. പിന്നെ 4 ദിവസം MG, 3 ദിവസം ഇത് സിട്രോൺ. അപ്പൊ എങ്ങനെയായാലും 15 രൂപ 16 രൂപ ശമ്പളം കയറും. ശമ്പളം 17 രൂപ 15 രൂപ ഉറപ്പായിട്ടും ബ്ലൂ സ്മാർട്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീക്കിലി പേ ഔട്ട്. അത് എത്ര രൂപയ്ക്ക് നമ്മൾ ഓടുമ്പോഴായിരുന്നു വിട്ടുപോയില്ല? അത് 23 രൂപ ഓടുമ്പോൾ. ഈ 23 ആണോ 27 ആണോന്ന് അറിയാൻ പാടില്ല. ഞാൻ ടോപ്പ് അടിച്ചേക്കണേ 29. ഒരാഴ്ച, അതായത് ലീവ് എടുക്കാണ്ട് ഓടിയത്. ലീവ് എടുത്താൽ അത്ര ഉണ്ടാവും. എന്തായാലും മിനിമം 17 to 20 കിട്ടും. നോർമൽ ആവറേജ് അതിലൊരു നമുക്ക് 10 രൂപ നോർമൽ സാധാരണ ആൾക്കാർക്ക് തന്നെ കിട്ടുമായിരുന്നു. സാധാരണ പോലെ ഡെയിലി സമയത്ത് വന്ന്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വന്ന് നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ കുറെ ഡെയിലി പൈസ അതൊക്കെ പോയിട്ടാണ് ഈ 10-15 കിട്ടുന്നത്. ചില ദിവസം ഞാൻ ജാക്സിനെ വെയിറ്റ് ചെയ്യും, ജാക്സിനെ എന്നെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ചായ കുടിച്ചിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ഡ്യൂട്ടി പെനാൽറ്റി. ലേറ്റ് ഡ്യൂട്ടി പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ 150 ലേറ്റ് ഡ്യൂട്ടി പെനാൽറ്റിയും പിന്നെ 150 മറ്റേ ബോണസും കെട്ടായിട്ട് 300 രൂപ തേഞ്ഞു. അതില്ല, പണിക്കാശ് മാത്രമേ ഞങ്ങൾക്ക് ഡെയിലി ബോണസും ഇല്ല. അതില്ലാണ്ട് 150 കഴിയുമ്പോ അതൊക്കെ ഓടി പിടിക്കുവാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അതിൽ നമ്മൾ കാലി അടിച്ച് നമ്മൾ നോക്കല്ലേ എയർപോർട്ട് ചാർജ് നമ്മൾ ചാർജിന്റെ കാര്യമൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. എവിടെയെങ്കിലും ഒക്കെ കയറ്റും ചാർജ് ചെയ്ത് നേരെ കാലി അടിച്ച് എയർപോർട്ട് പോവാ, എടുത്തിട്ട് വരിക. അതെ, അവിടെ ബ്ലൂ സ്മാർട്ട് 1500 രൂപ. 1500 ഏറ്റവും കുറഞ്ഞ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പോ ഊബറിന് കിട്ടുന്നത് അന്ന് ഊബറിന് 600 കിട്ടും. അന്ന് നമുക്ക് നേരെ ഡബിൾ കിട്ടും. MG ആണെങ്കിൽ ഒരു ഇലക്ട്രോണിക് സീറ്റ് കിട്ടിയ 2300 രൂപ. അതിന്റെ പകുതി പൈസ നമ്മുടെ സാലറിയാ. 1150 രൂപ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇത് CNG അടിക്കണം. അല്ല, ഇതെന്ത് ഇങ്ങനെ വന്നെന്നുള്ളതാണ് ചിന്തിക്കുക. ഇതിപ്പോ ഇതാണ് സംഭവം. വണ്ടി കൂടി സിറ്റിയിൽ വണ്ടി കൂടി, റൈഡും കുറവാ. റൈഡ് പകുതി റൈഡേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ഇപ്പൊ എന്റെ വണ്ടി ഇന്ന് എന്റെ വണ്ടി ഓടിയുണ്ട്. ഇന്ന് ഒരു 300 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 300 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു 6000 രൂപ 7000 രൂപ ഓടും. 300 കിലോമീറ്റർ വണ്ടി ഓടി
ഇന്നത്തെ ദിവസത്തെ കാണിക്കും. 349 കിലോമീറ്റർ ഓടി. 349 കിലോമീറ്റർ കിടന്ന് ഓടിയിട്ടാണോ 4000 രൂപ ഓടിയത്? അയ്യോ, എന്റെ വീട്ടിൽ നിന്ന് വയനാട് പോകേണ്ട ദൂരം. 1150 രൂപയുടെ CNG അടിച്ചു. അയ്യോ, ഇനി വണ്ടർ എന്നും കൊടുത്തു കഴിയുമ്പോൾ എന്നാ പണിക്കാശ് പോലും കിട്ടൂല. ഫെയർ കുറവേണ്ട, അല്ലായിരുന്നേ നമുക്കിപ്പോ ഒരു 4000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞ ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ എയർപോർട്ട് വരും. അതെടുക്കുക, പറപ്പിക്കുക. ഉറങ്ങുന്നില്ലേ ഇന്ന്? ഇന്നലെ ലീവ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇന്ന്? ഞാൻ ഫെയറില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ 3 ദിവസമായിട്ട് പോക്കില്ല. ചുമ്മാ വണ്ടി എടുക്കും, ചായക്കാശിനുള്ള ഓടും, തിരിച്ച് 2-3 ട്രിപ്പ് എടുക്കും, കയറി വരും. അല്ലാണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ദീപാവലി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഇന്ന് അടിക്കുന്നേ. ദീപാവലി ഞാൻ ഓടാനേ പോയിട്ടതല്ലേ. നീ നോക്കുക, ഞാൻ ദീപാവലി ഇന്ന ടോപ്പ് അടിച്ചേക്കുന്നത്. ദീപാവലി ഞാൻ ഉണ്ടോ വണ്ടി എടുക്കണം, ട്രിപ്പില്ല, 4 ട്രിപ്പ്. അതിന് പിറ്റേ ദിവസം പോയിട്ടോ 2 ട്രിപ്പ് എടുത്തിട്ട് കിട്ടിയതാ 150 രൂപ. പിന്നെ അതോടെ കണ്ടപ്പോ എന്റെ മനസ്സ് മടിച്ചു. പിന്നെ 2 ദിവസം ഞാൻ പോയില്ല. പിന്നെ ഓടിയതാണിത്. പിന്നെ ഇന്നാണ് മര്യാദയ്ക്ക് ഓടുന്നത്. അന്ന് 3000 ദീപാവലി കഴിഞ്ഞിട്ട് ട്രിപ്പ് ഇല്ലാത്ത കാരണം ഇവരൊക്കെ ലീവ് എടുത്ത് കിടക്കുമായിരുന്നു. ഞങ്ങൾ പോയിട്ട് കാര്യമില്ല, CNG പൈസ പോലും കിട്ടൂല. അതായത് CNG വണ്ടിയുടെ വാടകയും കൊടുത്തു കഴിയുമ്പോഴല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഇതിനേക്കാൾ ഇതെടുക്കുന്നതിനേക്കാളും ബെറ്റർ മറ്റേ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഇലക്ട്രിക് എടുക്കുന്നതായിരിക്കും അല്ലേ? അതാ ഇതിപ്പോ ഈ സ്ട്രഗിൾ ഇപ്പൊ കുറച്ചാൾ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ വേറെ പ്ലാറ്റ്ഫോമിലേക്കെല്ലാം മാറി വരും. ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും മൾട്ടിപ്പിൾ അതങ്ങനെ കിട്ടും. ഏതൊരു 2-3 കമ്പനി അങ്ങനെ മറ്റേ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ ഓടാന്ന വണ്ടി ഉണ്ടെന്ന് കുറച്ച് ഇതിനേക്കാൾ ഒരു 300 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. നല്ല കിണ്ണങ്കാച്ചി ഓട്ടോമാറ്റിക് വണ്ടിയിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ കടന്നോടാം. അതെ, ഓല ഊബർ നമ്മയാത്രയൊക്കെയാണ് ഫെയർ ഉണ്ട്. ഊബർ തേക്കുന്ന പോലെ തേക്കൂല. അതൊരു ഫിക്സ് പ്രൈസ് അല്ല, അത് കൂടുതലല്ല കുറവില്ല. പിന്നെ ഊബർ പിന്നെ കൊള്ളാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ പീക്ക് ടൈമില്ല. പീക്ക് ടൈമിൽ ടോപ്പ് ഊബർ തന്നെയാ. പീക്ക് ടൈമിൽ ഊബറിനെ കവച്ച് വെക്കാൻ കഴിയില്ല. കാരണം 1.5 കിലോമീറ്ററിന് 300 രൂപ പോയിട്ടുണ്ട്. 1.5 കിലോമീറ്റർ 300. ചിലപ്പം വൈറ്റ് ഫീൽഡിൽ നിന്ന് MG റോഡിന് 850 ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടും. പീക്ക് ടൈമിലും അല്ല കിട്ടില്ല. പീക്ക് ടൈം അല്ലാത്തപ്പോ ഊബർ ഭയങ്കരമായിട്ട് തേക്കും. പക്ഷെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോം അങ്ങനെ തേക്കൂല. ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് അതിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. യാത്രയിലൊക്കെ ഓടുവാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് താഴെ പോകും ഊബർ ഇടയ്ക്ക് പീക്ക് ടൈം അല്ലാത്തപ്പം. അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് പ്രമോഷനുമായിട്ട് 15% 40% വരെ കുറച്ച് കൊടുക്കും. അങ്ങനെ കുറച്ചപ്പോൾ നമുക്ക് ഫെയറേ ഉണ്ടാവില്ല. CNG പൈസ കിട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഓടുവാണെങ്കിൽ വല്ല ചാർജ് ചെയ്യണ വണ്ടി മറ്റേ ഇലക്ട്രിക് വണ്ടി എടുത്ത് ഓടേണ്ട വരുന്ന അല്ല. കാരണം ഈ CNG അടിച്ച് വാടക കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. ഇതാകുമ്പോ ആ ഒരു ഇലക്ട്രിക് വണ്ടിക്ക് റെന്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും വേണ്ടില്ല. ഇതിന്റെ ഇത് 3500 രൂപയ്ക്ക് ഇത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമായിട്ട് സുഖമായിട്ട് വണ്ടി ഒരു എങ്ങനെ നോക്കിയാലും ഫെയറിലായത്തപ്പം ഊബർ അങ്ങോട്ട് ഓഫ് ആക്കി ഇട്ടേക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആപ്പിൽ ഓടുക. നമുക്ക് നോക്കാം എന്താണെങ്കിലും എടുത്തിട്ട്. ഞാൻ 2-3 പേരോട് ഇതിനെപ്പറ്റി ഇത് ഓടുന്നതിൽ സംസാരിച്ചു. അവരെല്ലാം കഴിഞ്ഞ് അവർക്ക് ഒരു 2000 രൂപ അടുത്ത്, അതായത് വണ്ടി 1850 രൂപ വാടക എങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതും കൊടുത്ത് അവന്മാർ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അവന് 2000 രൂപ അടുത്ത് അവർക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിൽ ആ മാതിരി മരിച്ചു കിടന്ന് ഓടിയിട്ട് ഇതിൽ നമുക്ക് വണ്ടിയുടെ റെന്റ് ആവറേജ് ഒരു 700 രൂപ അടുത്ത് വരുമല്ലേ. പിന്നെ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ആഴ്ച നല്ല റേറ്റ് കയറും. ട്രിപ്പില്ലല്ലോ. ട്രിപ്പില്ല. അങ്ങനെ ചില പോസ്റ്റുകൾ നമ്മൾ ഊബറിൽ പുതിയതായിട്ട് വരുന്നവരാണ് ഇപ്പൊ ഭയങ്കര സ്ട്രഗിൾ ചെയ്തതിന്. നിങ്ങൾ നിർത്തിയിട്ട് പോയിരുന്നു അല്ലേ? അല്ല, എന്തായാലും ദീപാവലി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊന്നും എല്ലാം വിട്ടുപോയി, നാട് വിട്ടുമാര്. ഞാൻ 2 നേരം കൊണ്ട് കയറ്റിയത്. അവന്മാര് 3 ദിവസം തൊട്ട് കരച്ചിലും പിടിച്ചിലും 8,000 രൂപ 9,000 രൂപ ഫ്ലീറ്റ് കയറി. അത് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കടം വെച്ച് എങ്ങനെയാണ് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഇതാണ് അവസ്ഥ. ഇപ്പൊ ഞാനിതിങ്ങനെ ഇപ്പൊ എന്നെപ്പോലെ ഓടിയ കാശാ. പക്ഷെ അത് അറിയാൻ പാടാത്തവരെ എങ്ങനെ പറഞ്ഞു കൊടുക്കണേ. ഇത് ഓടി പഠിക്കാനേ പറ്റുള്ളൂ വഴി. അല്ലാണ്ട് നമുക്ക് നിങ്ങൾ അങ്ങോട്ട് പോക്കോ ഇങ്ങോട്ട് പോക്കോ എന്ന് പറയാൻ പറ്റൂല. അതാണ് പ്രശ്നം. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയതാ. ഇത് നവംബർ 10-ാം തീയതിക്ക് ശേഷം എല്ലാം സെറ്റ് ആവുമെന്നാണ് ഒരിത്. അത് കഴിഞ്ഞാൽ പഴയ പടിയാവും. ആൾക്കാരെല്ലാം ഇറങ്ങും. കാരണം നവംബറൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും വരും. എന്തായാലും അടുത്ത മാസം പകുതിക്ക് ആകുമ്പോഴാണ് പുറത്ത് നാട്ടിലേക്ക് പോയേക്കണ നോർത്ത് ഇന്ത്യക്കാരെല്ലാം വരുള്ളൂ. അവർ വന്നാലാണ് സെറ്റ്. വൈറ്റ് ഫീൽഡ് ഉറങ്ങി കിടക്കുമല്ലേ. ഇത്ര ശാന്തമായിട്ട് വൈറ്റ് ഫീൽഡിന് കണ്ടിട്ടില്ല. ഇല്ലല്ലോ. ക്രിസ്മസിന് കണ്ടിട്ടുണ്ട്. ക്രിസ്മസിന്. പക്ഷെ എന്നാലും ഓട്ടം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം.
കുഴപ്പമില്ല എന്താണെങ്കിലും. അതുമല്ല ഇപ്പൊ ഊബറുകാരെല്ലാരും എയർപോർട്ടിൽ നിന്ന് ഇവിടെ കിടന്ന് ഓടുമല്ലേ എയർപോർട്ടിൽ പോവാതെ. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. എടാ ഇപ്പം ഒരു 10,000-2000 വണ്ടി കൂടുതൽ ടൗണിൽ കയറിയേക്കുക. പക്ഷെ അതിന്റെ പകുതി ഓട്ടം നമുക്ക് ഇവിടെ ഇല്ല. ആ പഴയ പീക്ക് ടൈം പോലെ തന്നെ ഇഷ്ടംപോലെ ക്രൗഡ് ഉണ്ടെങ്കിൽ ഇപ്പം വെറുതെ നമ്മുടെ സർജാപുര ഇന്ദിരാനഗറൊക്കെ പോയി നോക്കി, ഒരു മനുഷ്യനില്ല അവിടെ. പബ്ബിലൊന്നും ഒരു മനുഷ്യനില്ല. പബ്ബൊക്കെ ചുമ്മാ അടങ്ങി. മലയാളികളുടെ കോൺസേർട്ട് വരുമ്പോ നിറച്ച ആൾക്കാരുണ്ട്. അല്ലാണ്ട് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും സാധാരണ പോലെ നടക്കൂലേ? സാധാരണ കോമൺ ആയിട്ട് പോലെ അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോ ക്രൗഡ് വരുന്നില്ല. സാധാരണ കോമൺ ആയിട്ട് ആൾക്കാർ പബ്ബിൽ പോകുന്ന തിരിച്ചു അങ്ങനെ ആ ഒരു സെറ്റ്. അങ്ങനെ പകുതി ആൾക്കാർ പോലും ഇല്ല. നോർത്ത് ഇന്ത്യൻസ് ദീപാവലി അവിടെ എന്തോ വലിയ സംഭവം, എന്തൊക്കെയോ പരിപാടി എല്ലാവരും. ദീപാവലിയും കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് അവർക്ക്. അങ്ങനെ വേറെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ അവരൊക്കെ കുറെ തലച്ചോമടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും ആഘോഷങ്ങൾ തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നവംബർ 10 കഴിഞ്ഞാൽ ഇനി 10 കഴിഞ്ഞാൽ ഓട്ടമുള്ളൂ. 10 വരെ. അതിലും ഭേദം എന്താ ചെയ്യേണ്ടത്? ഇപ്പം നാട്ടിലൊക്കെ പോയി ചില്ല. ഈ ഇങ്ങനെയുള്ള സമയം നമ്മൾ അടുത്ത വർഷം പ്ലാൻ ചെയ്ത് വെക്കുക. ഈ സമയത്ത് നാട് വിടുക, എന്നിട്ട് പയ്യെ വീട്ടിലൊക്കെ ചില്ലടിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഒരു മാസം വീട്ടിൽ ചില്ലടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. നാട്ടിലതിന് കുഞ്ഞു പണിയൊക്കെ ചെയ്യുക. പുതിയതായിട്ട് കയറിയവരായിരിക്കും ഇപ്പൊ പെട്ടിരിക്കുന്നത്. അവർ ശരിക്കും പെട്ടു. അല്ല നമ്മളതിനകത്ത് ഹെൽപ്ലെസ്സാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അവർക്ക് പറഞ്ഞാട്ട് മനസ്സിലാവൂല. ഇതിപ്പം ഞാൻ നിന്നോട് പറയാ, എടാ നീ എന്നെ വിളിക്കാതെ ഇവിടെ ഓട്ടോ ഇല്ലോ എന്ന് ഞാൻ പറയും. എന്നാ നീ അങ്ങോട്ട് പോകുക, അവിടെ ഓട്ടോ ഉണ്ട്. നിനക്ക് സ്ഥലം അറിയാം. അല്ലെങ്കിൽ നീ മജസ്റ്റിക് വെക്കോ, അല്ലെങ്കിൽ ബെസ്റ്റ് വെക്കോ, അല്ലെങ്കിൽ കെയർപുരം വെക്കോ, അല്ലെങ്കിൽ ബലണ്ടൂർ വെക്കോ, അല്ലെങ്കിൽ ഓവറാർ വെക്കോ എന്ന് പറഞ്ഞാൽ നിനക്ക് സ്ഥലം അറിയാം. നിനക്ക് ആ ഓവറാർ എവിടെ പോയാലാണ് ട്രിപ്പ് അടിക്കാന്ന് അറിയാം. അല്ലെങ്കിൽ ഓവറാർ എന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ വലിയൊരു സിറ്റി അല്ലേ. ഇതിന്റെ ഏതായാലും മൂലപ്പോയി ട്രിപ്പ് അടിക്കില്ലേ? അറിയാത്തവർക്ക് അതാ പ്രശ്നം. ഈ ഓവറിലുള്ള ടെക് പാർക്കുകൾ അല്ലെങ്കിൽ സ്കൂള് കോളേജുകൾ അല്ലെ അങ്ങനെ എന്തെങ്കിലും ആ പർട്ടിക്കുലർ സ്ഥലത്ത് പോയാൽ മാത്രമാണ് ട്രിപ്പ് അടിക്കുള്ളൂ. എക്സ്പെർട്ടുകൾക്കേ അറിയത്തുള്ളൂ. അതും നമുക്കറിയത്തുള്ളൂ. നമുക്ക് അതുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലത്ത് കിടന്ന് ഓടുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഓടുന്ന വൈറ്റ് ഫീൽഡ് എയർപോർട്ട് മാത്രം ഓടുവാണെങ്കിൽ അവിടുത്തെ ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ഈ വരുന്നത് ആദ്യമായിട്ട് വരുന്നൊരു കിട്ടുന്ന ട്രിപ്പ് എടുത്തിട്ട് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകും. നിലമംഗലം മറ്റേ ഇവിടെ തുമ്പൂർ റോഡിലും ഇലക്ട്രോണിക് സിറ്റി ബോർഡറൊക്കെ പോയി ഹലോ ട്രിപ്പ് അടിക്കുന്നില്ലോ. ഞാൻ ചേട്ടൻ എവിടെയാ ലൊക്കേഷൻ പറഞ്ഞ അങ്ങ് ബോർഡറിൽ പോയി കിടക്കുക. പിന്നെ ട്രിപ്പ് അടിക്കുവോ ചേട്ടാ? തിരിച്ച് അങ്ങോട്ട് വരണ്ട ചേട്ടൻ. വൈറ്റ് ഫീൽഡോ അതെവിടെയാ? ചിരിച്ച് പടുക്കൂ. കുഴപ്പമില്ല, എല്ലാരും നമ്മളും അങ്ങനെയൊക്കെയാ പഠിച്ചത്. നമ്മളങ്ങനെ ആരും ചോദിച്ചല്ലോ, നമ്മള് സ്വന്തമായിട്ട് പഠിച്ചാ. നമുക്ക് പിന്നെ ബ്ലൂ സ്മാർട്ടില്ല നമ്മൾ പഠിച്ചത് കൊണ്ട് അവിടെ അൽഗോരിതം ബേസ് നമ്മളെ വൈകുന്നേരം എന്താണെങ്കിലും അത് ഹബ്ബിൽ കൊണ്ട് എത്തിക്കും. അതെ, അത് പിന്നെ ബ്ലൂ സ്മാർട്ടിൽ ഓടി പഠിക്കാൻ സെറ്റ് ആയിരുന്നു. നമ്മൾ ദൂരെ പോകൂല. ഇല്ല, ബ്ലൂ സ്മാർട്ടിൽ ഓടുമ്പോൾ ആ ബ്ലൂ സ്മാർട്ടിൽ അതേ സെറ്റപ്പ് നമ്മളിങ്ങോട്ട് മാറ്റിയത്. നമ്മുടെ സ്പെസിഫിക് സ്ഥലം ഇവിടെ പുറത്തേക്ക് പോകില്ല. അത് ബ്ലൂ സ്മാർട്ടിൽ ഓടി പഠിച്ചതാ. അല്ല നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നീ ബ്ലൂ സ്മാർട്ടിൽ ഓടിയില്ല, നമ്മളിപ്പം പൊട്ടക്കണ്ണം പോകുന്നതിനെ പോളൂ. ബ്ലൂ സ്മാർട്ടിലെ ആ ഒരു നമ്മൾ ആ ബ്ലൂ സ്മാർട്ടിൽ ഇത്ര 2-3-5 മാസം ഓടിച്ചു. ഞാൻ 5 മാസം വണ്ടി ഓടിച്ചു. ഈ വൈറ്റ് ഫീൽഡ് വിട്ടാൽ ഞാൻ പുള്ളി പുറത്ത് വിട്ടില്ല അല്ലേ? അതെ അതെ, അവരങ്ങനെ ഓടിക്കുള്ളൂ. അവരെ ഹബിന്റെ ചുറ്റത്തുള്ള ഓട്ടം അവർ തരും. നമ്മൾ വേറെ എവിടെയെങ്കിലും കാട്ടി പോയി കഴിഞ്ഞാൽ അവര് വൈറ്റ് ഫീൽഡിന് ഓട്ടം തരും. ഇതിന്റെ അകത്ത് വേറെ കാട്ടി പോയി കഴിഞ്ഞാൽ അതിന്റെ അവിടുന്ന് വേറെ കാട്ടിലോട്ട് പിന്നെ അവിടുന്ന് വേറെ കാട്ടിലോട്ട് പോകും. അല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതൊക്കെ ജമ്മത്ത് അല്ല പിന്നെ ഓഫറിട്ട് പിന്നെ നമ്മളൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വൈറ്റ് ഫീൽഡ് അടുത്തുള്ള സ്ഥലങ്ങൾ അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുഴപ്പം, ഇത് പുതുതായിട്ട് വരുന്നവർക്ക് ഏരിയ പ്രിഫറൻസ് കൊടുക്കൂല. നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഏരിയ പ്രിഫറൻസ് ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ടുള്ള ട്രിപ്പ് മാത്രമേ വരുള്ളൂ. ഇത് ആദ്യമായിട്ട് വരുന്നവർക്ക് ഏരിയ പ്രിഫറൻസ് ഇല്ല. അവരൊരു 1 മാസം കിട്ടുന്ന എടുത്ത് ഓടാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഇതാണെങ്കിൽ ഇപ്പൊ വൈറ്റ് ഫീൽഡിൽ താമസിക്കണമെങ്കിൽ എന്നാ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുന്ന് ട്രിപ്പ് എടുത്താൽ ചിലപ്പോൾ ബസ്സിൽ അങ്ങ് നമ്മുടെ നമ്മുടെ ആ കാട്ടൂർ കൊണ്ടുള്ള സ്ഥലപ്പേര് മറന്നുപോയി. എന്നാ വെസ്റ്റ് സൈഡില്ല, നമ്മുടെ മൈസൂർ പോകുന്ന വഴി. വെസ്റ്റ് സൈഡ് കെങ്കേരി അല്ല, സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. മജസ്റ്റിക്കിൽ നിന്ന് കുറച്ചങ്ങ് പോകണം. മജസ്റ്റിക്കിൽ നിന്ന് 10-17 കിലോമീറ്റർ പോകണം. ഈ ഇളവങ്ക സൈഡിൽ നിന്ന് എപ്പോഴും അങ്ങോട്ട് ട്രിപ്പ് അടിക്കുകയുള്ളൂ.
അല്ല പിന്നെ നമുക്ക് സ്ഥലം അറിയാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഈ ട്രിപ്പ് വരുമ്പോൾ വൈറ്റ് ഫീൽഡ് ചാടി എടുത്ത് വിട്ടു. അല്ലെങ്കിൽ നമ്മൾ സ്ഥലം അങ്ങനെ മജസ്റ്റിക് അങ്ങനെ ഈ വെസ്റ്റ് സൈഡ് അങ്ങനെ ഞാൻ ഈസ്റ്റ് സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. KR പുരം, വൈറ്റ് ഫീൽഡ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി, കോറമംഗല, ഇന്ദിരാനഗർ, അതിനങ്ങോട്ട് ഞാൻ പോകില്ല. അത് ട്രിപ്പ് നമുക്ക് കാണുമ്പോൾ അതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തെയ്യും. പിന്നെ അവിടെ ഓട്ടം ഇല്ലാതെ കാട്ടിലെ ഓട്ടം വരും. ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോയപ്പോ നമ്മൾ ഇങ്ങോട്ട് ഓട്ടം തരൂല, അങ്ങോട്ടാ പിന്നെ പോക്ക് തമിഴ്നാട്ടില. ഞാൻ അവിടുത്തെ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് നല്ല ഫെയർ ഉണ്ടാണല്ലോ. ഞാൻ നേരെ ഇലക്ട്രോണിക് സിറ്റി ട്രിപ്പ് എടുത്ത് പോകും. അവിടെ ചെന്നിട്ട് ഓഫറിലിട്ട് നേരെ നമ്മുടെ സർജാപുരം ബൈക്ക് വന്ന് കയറും. സർജാപുരം ബൈക്ക് വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അല്ല കളിയായിട്ടല്ല, പിന്നെ നമുക്ക് ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടൂലേ. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇത് ഇനിയിപ്പോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 10-ാം തീയതി വരെയാണല്ലോ, ഇന്റർസിറ്റി ഉണ്ടെങ്കിൽ ഓണാക്കി ഇട്ടേക്കുക. ട്രിപ്പ് നോക്കൂല, ഓടി കാശായിക്കുള്ള ഇതിപ്പോ എനിക്ക് കുറച്ച് മുന്നേ ഒരു റിസർവേഷൻ വന്നാ ഹുസൂറിന് 86 കിലോമീറ്റർ 2300 രൂപ. സുഖമായിട്ട് കാലി അടിച്ച് വന്നാലും വേണ്ടില്ലല്ലേ എടാ. 160 കിലോമീറ്റർ ഓടാൻ ഒരു 550 രൂപയുടെ CNG മതി. ചായ കൂടി 300 രൂപ പോകുമോ? 700 രൂപ ചെലവ്, 1500 രൂപ കയ്യിലിരിക്കും. വാടക കൊടുക്കാനുള്ള പൈസയിലും കിട്ടും ഒരു ട്രിപ്പിന്. പോരെ. ഇപ്പൊ ട്രിപ്പ് നോക്കരുത്. ഇപ്പൊ ഞാനിപ്പോ ഇന്റർസിറ്റിയാ പോക്ക്. ഞാൻ മിനിങ്ങാന്നൊരു ഇന്റർസിറ്റി പോയി 1500 കെട്ടി. നമ്മുടെ ഇങ്ങോട്ട് ഏതാ മറ്റേ സ്ഥലത്ത് മണ്ടിയ അതങ്ങല്ലേ ഭയങ്കര ദൂരം. അത് മൈസൂര് പോകുന്ന വേണ്ട ഇടയ്ക്ക്. അല്ല, ഇവിടുന്ന് മാണ്ടിയ 2 സ്ഥലമുണ്ടാ. ഞാൻ പോയത് 89 കിലോമീറ്റർ ഉള്ളൂ. മൈസൂരിനിടയ്ക്ക്, മൈസൂരിന് മുമ്പ്. എവിടെ മൈസൂര് മുമ്പ് കണ്ടോ? അതന്നെ മൈസൂർ എക്സ്പ്രസ് വേ കയറിയിട്ട് ടോൾ കൊടുക്കും. അതന്നെ മണ്ടിയ ഫേമസ് സ്ഥലമല്ലോ അത്. ഞാൻ രാത്രിയല്ലേ പോയെ. ഞാൻ വേറെ ഓട്ടോ ഇല്ലാത്തോണ്ട് ഞാൻ പോയി. അതുകൊണ്ട് CNG അടിക്കാനുള്ള പൈസയും കിട്ടി, വാടക കൊടുക്കാനുള്ള പൈസ കിട്ടി. അല്ലാണ്ട് ഈ സിറ്റി കിടന്ന് ഓടിയാണെങ്കിൽ പണി പാളിയാനെ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും പരിപാടി വൈൻഡപ്പ് ചെയ്താലോ? 23 മിനിറ്റായി ഒറ്റ സ്ട്രെച്ച് വർത്താനം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. പുതിയ ജാക്സന്റെ ഹേറ്റേഴ്സിന് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് മാടി. അതെന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ചാമ്പുന്നതായിരിക്കും അല്ലേ. അടുത്ത നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ഇനിയിപ്പം പുതിയതായിട്ട് വന്ന് കേറിയമാര് പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 10ാം തീയതി കഴിയുമ്പോഴത്തേക്ക് അവർ സെറ്റ് ആവത്തില്ലേ? 10ാം തീയതി കഴിയുന്നതിന് ഓട്ടോ അത് എയർപോർട്ടിലെ ഫയർ ഒന്ന് സെറ്റ് ആയാൽ മതി. ഫെയർ കയറും എന്തായാലും. ഇതിപ്പോ സാധാരണ അങ്ങനെ കർണാടകക്കാർ സ്ട്രൈക്ക് ചെയ്യണ്ട, പക്ഷെ അവർ ഈ പ്രശ്നം സ്ട്രൈക്കും ചെയ്യുന്നില്ല. അവർ സ്ട്രൈക്ക് ചെയ്യാതെങ്കിൽ ഫെയർ കയറിയാനെ. അവര് സ്ട്രൈക്ക് അല്ല, ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്ന മലയാളീസാ. മലയാളീസും കൂടെ നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ വലിയ പ്രശ്നമായിട്ട് ഞാനിനി എടുക്കാറൊന്നുമില്ല. ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊന്നും അത് ഫേമസ് ആയിട്ടില്ല. ബ്ലൂ സ്മാർട്ടിന്റെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ആരും പോവല്ലേ എന്ന്. അല്ലാതെ ഊബർ ഓടുന്നവർക്ക് പുതിയതായിട്ട് വന്നവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു കാരണവശാലും ട്രിപ്പ് എടുക്കരുത്, അടിച്ചു കിട്ടും. അത് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എയർപോർട്ട് ട്രിപ്പ് എടുക്കാതിരിക്കുക. അല്ല പിന്നെ നമ്മൾ നൈറ്റ് ഓടുന്നവരൊക്കെയാണ് കുഴപ്പമില്ല. നൈറ്റ് ഓടുന്നെങ്കിൽ ഒരു രാത്രി 2 മണി വരെ ഓടിയിട്ട് ഒരു 3 മണിക്കൊക്കെ എയർപോർട്ട് ഉണ്ടെങ്കിൽ എടുക്കുക, കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, കാലിടിച്ചു വരും. അത്രേ ഉള്ളൂ. ഒരു 150 രൂപയുടെ 200 രൂപ CNG പോകുള്ളൂ. പൊക്കോട്ടെ ഒരു 10-200 രൂപ കയ്യിൽ നിന്ന് പോകുള്ളൂ. എന്നാലും അവിടെ ട്രിപ്പ് എടുത്ത് വന്നാൽ അതിലും നഷ്ടമാണ്. അതാ കുഴപ്പം. ഓക്കെ ഗൈസ്, അപ്പം അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ വണ്ടി പോയിട്ട് ഇനിയും തിരിച്ച് റൂമിൽ പോട്ടെ. സമയം ഏകദേശം 2 മണി. എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. കിടന്നുറങ്ങട്ടെ. ശരി എന്നാ. ഞാനൊരു എയർപോർട്ട് ട്രിപ്പ് എടുത്തോണ്ട് പോട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകണം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ചിലപ്പം ഞാൻ പറഞ്ഞ ട്രിപ്പിന് ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ ചിലപ്പം മേ ബി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് അത് സോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാര്യം നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യല്. ചിലപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം സോൾവ് ആക്കാം. എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം നിലവിൽ ട്രിപ്പ് ഇങ്ങനെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ആരും ഇതാവുമൊന്നും വേണ്ട. സംഭവം ഇടയ്ക്ക് ബാംഗ്ലൂർ ഇങ്ങനെ പോസ്റ്റ് വരലുള്ളതാണ്. ഇപ്പം ബാംഗ്ലൂർ എന്നല്ല, എല്ലാ സിറ്റിയിലും
ഇങ്ങനെയുള്ള സമയത്ത് ഓഫ് സീസൺ വരലുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കുറേ കിട്ടിയില്ല. ഇനി ഇൻഫർമേഷൻ കിട്ടിയില്ലെന്ന് ആരും പരാതി പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഇനി ഇതുപോലത്തെ വീഡിയോയോ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോയിൽ മാക്സിമം എല്ലാം റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളത് എന്താണെങ്കിലും അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ റൂം എത്താനായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുകൊണ്ടാ. ഇപ്പം തന്നെ അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, എന്നാലും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ ഗൈസ്. ഓക്കെ, നിങ്ങൾ ചെറുപറ ലൈക്കും കമൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടവട ഇടാൻ തോന്നും. ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് ഇടാൻ തോന്നുമല്ലോ, അതാണ് പ്രശ്നം. വേറെ കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ചെയ്യണ്ട, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ, ബൈ.